ഷാർജയിൽ മലയാളി കുത്തേറ്റ് മരിച്ചു. ടിക്ടോക്കിലെ മലയാളികൾ തമ്മിലുള്ള പ്രശ്നങ്ങളാണ് കൊലപാതകത്തിൽ കലാശിച്ചത് എന്നാണ് റിപ്പോർട്ട്. ഇസ്മായിൽ പൊന്നാരം എന്ന ഇബ്രാഹിം കുട്ടി ആണ് മരിച്ചത്. ഷാർജ അൽ നഹദയിലാണ് സംഭവം. എന്റെ വിഷയമൊന്നുമില്ല. ഇവൻ കോണ അടിച്ചിട്ടുണ്ടെങ്കിൽ ഹിറ്റ്ലറായി ഇന്നെ ഞാൻ കണ്ണി കാണിച്ചിട്ടേ ഞാൻ ഇന്നെ വിടും. ഇന്നെ ഞാൻ കണി കാണിച്ചിട്ടേ വിടും. ഇന്നെ ഞാൻ കണി കാണിച്ചിട്ടേ വിടും. ഇന്നെ ഞാൻ കണി കാണിക്കും. അക്ഷയ് പേരാവൂർ ചേരുകയാണ് വിവരങ്ങളുമായി. അക്ഷയ്, ഇതെന്താണ് സംഭവം? ഇങ്ങനെ ടിക്ടോക്കിൽ ഇങ്ങനെ വന്ന് സംസാരിക്കുന്നു, പിന്നീട് അതൊരു സംഘർഷത്തിലേക്ക് മറ്റോ കടക്കുന്നു, കുത്തേറ്റൊരാൾ മരിക്കുന്നു എന്നുള്ളത് വലിയ ഞെട്ടലുണ്ടാക്കുന്ന കാര്യമാണല്ലോ ഇത്. അക്ഷയ്, എന്താണ് ഈ സംഭവം? എന്താണ്? അമായിഷ്, ഇത് കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ഇതൊരു മലയാളികൾക്കിടയിൽ ടിക്ടോക്കിൽ നടന്ന ഒരു പ്രശ്നം എന്ന് വേണം ഇതിനെ വിശേഷിപ്പിക്കാൻ. ഇത് ഒരു ടിക്ടോക്ക് കമ്മ്യൂണിറ്റിയാണ്. അതിനിടയിൽ രണ്ട് മലയാളികൾ തമ്മിലുണ്ടായ പ്രശ്നം അത് ഒരു കുത്തിലും അതുപോലെ തന്നെ ഒരു കൊലപാതകത്തിലും കലാശിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇത് കഴിഞ്ഞ ദിവസമാണ് സംഭവം ഉണ്ടാകുന്നത്. ഈ ഒരു കൊലപാതകം നടക്കുന്നതിന് ഏതാണ്ട് ഒരു മണിക്കൂർ മുൻപ് ഇവർ ടിക്ടോക്കിൽ പരസ്പരം വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ പരസ്പരം വെല്ലുവിളിച്ചുകൊണ്ട് ഇതിൽ ഒരാൾ ഈ കൊലപാതകം നടത്തിയ ഒരാൾ കൊന്ന ഒരാളെ കാണാൻ വേണ്ടി പോകുന്നു. അങ്ങനെ അവിടെ വെച്ച് വലിയൊരു സംഘർഷം ഉണ്ടാകുന്നു. ആ സംഘർഷത്തിന്റെ അവസാനം അയാൾ കത്തിയെടുത്ത് കുത്തുന്നു എന്നുള്ളതാണ് പോലീസ് നമുക്ക് നൽകുന്ന വിവരം. പക്ഷേ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ ഷാർജ പോലീസ് പങ്കുവച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇതിൽ കൊല്ലപ്പെട്ടത് കണ്ണൂർ സ്വദേശിയാണ്. കണ്ണൂർ സ്വദേശിയായിട്ടുള്ള ഇസ്മായിൽ പൊന്നാരം ഇബ്രാഹിം കുട്ടി എന്ന ആളാണ് കൊല്ലപ്പെട്ടത്. ഇദ്ദേഹത്തെ കൊന്നയാളും മലയാളിയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ മലയാളി കമ്മ്യൂണിറ്റിക്കിടയിൽ UAE-ൽ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളും മാസങ്ങളുമായി ഇത്തരത്തിലുള്ള ഒരുപാട് വാർത്തകളാണ് വരുന്നത് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഇവർക്ക് നിലവിൽ ഏതാണ്ട് ഇവരുടെ ആ ഒരു ടിക്ടോക്ക് ലൈവിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ആ ഒരു സംഭവ സ്ഥലത്തുണ്ടായിരുന്ന 4-5 പേർ ഇപ്പോൾ നിലവിൽ ഷാർജ പോലീസിന്റെ കസ്റ്റഡിയിലാണെന്നാണ് മനസ്സിലാക്കുന്നത്. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹത്തിന്റെ മൃതശരീരം ഇപ്പോൾ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. മഹേഷ്, ശരി. അക്ഷയ് പേരാവൂരാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. മലയാളി ഷാർജയിൽ കുത്തേറ്റ് മരിച്ചു എന്നുള്ളത്. ടിക്ടോക്കിലെ അവർ തമ്മിലുള്ള സംസാരം, അതിൻ്റെ തുടങ്ങിയ പ്രശ്നം, അത് കൊലപാതകത്തിൽ കലാശിച്ചു എന്നുള്ളതാണ് ആ വാർത്തയുമായി ബന്ധപ്പെട്ട് വരുന്ന റിപ്പോർട്ടുകൾ.